ഭക്തജന തിരക്കിലാണ് ശബരിമല. ഇതുവരെ 85,000-ഓളം ഭക്തർ ദർശനത്തിനെത്തി. പുലർച്ചെ മുതൽ ആരംഭിച്ച തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. ശബരിമലയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ ഈ ഭക്തജന തിരക്ക് തുടരുകയാണ്. എന്തായാലും പുലർച്ചെ മുതൽ ആരംഭിച്ച ആ ഒരു അണമുറിയാത്ത ഭക്തജന പ്രവാഹം ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്ക് പ്രകാരം ഇതുവരെ 80,000-ഓളം ഭക്തരാണ് ഈ ഭഗവാനെ ദർശിക്കാനായി ഈ സന്നിധിയിലേക്ക്, തിരുസന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നതിൽ. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഉണ്ടായ പോലുള്ള സംഭവ വികാസങ്ങൾ, തിരക്ക് നിയന്ത്രണങ്ങൾ പാളിപ്പോകുന്ന ഒരു സാഹചര്യം, അതൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയായി നിലനിന്നിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്ര സേനകളടക്കം കൃത്യമായി സന്നിധാനത്തെ ഈ തിരക്ക് നിയന്ത്രണങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് തിരക്ക് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാനുള്ള ക്രിയാത്മകമായ കൃത്യമായ ഒരു ഇടപെടലൊക്കെ തന്നെ ഇപ്പോൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമാണ് ഈ ഭഗവാനെ ദർശിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ കിട്ടുക. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് വലിയ നടപ്പന്തലിലൊക്കെ തന്നെ കൃത്യമായി വെള്ളം കൊടുക്കാനുള്ള ഒരു സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ അവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനങ്ങൾ, അതൊക്കെ തന്നെ കൃത്യമായി നൽകണമെന്നുള്ള ഒരു ഹൈക്കോടതിയുടെ ഒരു കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇനി പോകുന്നത് 18-ാം പടിക്ക് താഴെയുള്ള ദൃശ്യങ്ങളിലേക്കാണ്. ഈ ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി കാണാം ശബരിമലയുടെ തിരക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായി ഈ ഒരു ദൃശ്യങ്ങളിലൂടെയൊക്കെ തന്നെ കാണാം. വലിയ നടപ്പന്തലിൽ നിന്നും മണിക്കൂറുകൾ നിന്നാൽ മാത്രമേ ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് എത്താൻ കഴിയൂ. എന്തായാലും വലിയൊരു തിരക്ക് വരും ദിവസങ്ങളിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും ഇനി 12 വിളക്കിലേക്ക് പോവുകയാണ്. 12 വിളക്ക് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ശബരിമല സന്നിധാനത്തേക്ക് ഉണ്ടാകും. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് വിരിവെക്കുന്നതിനടക്കം മഴയിടയ്ക്ക് പെയ്യുന്നുണ്ട്. അന്നേരം ഈ വിരിവെക്കുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ കൃത്യമായി ഒരുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അത് വലിയ വെല്ലുവിളിയായി, പ്രതിസന്ധിയായി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇപ്പോഴും പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് കൃത്യമായ ഒരു ഇടപെടൽ ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തായാലും നാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. അവലോകന യോഗത്തിലടക്കം പങ്കെടുക്കുകയും ചെയ്യും.